ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് രേണു സുധി മത്സരാർത്ഥിയായി എത്തുന്നുവെന്ന വാർത്തകൾ വന്നതു മുതൽ പലരും പ്രതീക്ഷിച്ചിരുന്നത് പുറത്തെന്നത് പോലെ ഹൗസിലും രേണു കത്തിക്കയറുമെന്നായിരുന്നു. താൻ ഫ്ലവർ അല്ലടാ ഫയർ ആണെടാ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രേണു ഹൗസിലേക്ക് കാലെടുത്ത് വെച്ചത്. എന്നാൽ ഷോ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെക്കൊണ്ട് ബിഗ് ബോസ് ഗെയിം കൂട്ടിയാൽ കൂടില്ലെന്ന് രേണു തെളിയിച്ചു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഹൗസിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ലെന്നും അവർ ആവർത്തിച്ചു. ഹൗസിൽ നിന്നും പുറത്തുവന്ന മറ്റ് മത്സരാർത്ഥികളും രേണുവിൻ്റെ അവസ്ഥ വിവരിച്ചിരുന്നു. രേണുവിന് തീരെ ആരോഗ്യമില്ലെന്നും മാനസികമായും ശാരീരികമായും അവർ ഏറെ ക്ഷീണിതയാണെന്നുമാണ് പലരും പറഞ്ഞത്. പ്രേക്ഷകർ കരുതുന്നതുപോലെ രേണുവിന് ഒരിക്കലും ഫയറായി മാറാൻ സാധിക്കില്ലെന്നും അവർക്ക് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ലെന്നും ഇവർ വെളിപ്പെടുത്തി. ഇപ്പോഴിതാ രേണുവിൻ്റെ ആരോഗ്യസ്ഥിതി എത്രത്തോളം മോശമാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. കിരീടയുദ്ധം എന്ന ടാസ്കിനിടെ കുഴഞ്ഞു വീഴുന്ന രേണുവാണ് വീഡിയോയിലുള്ളത്. ടാസ്കിലെ ആദ്യ റൗണ്ടിൽ പങ്കെടുത്തതിന് ശേഷം ആകെയുള്ള 7-ൽ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായ രേണു സുധി മത്സരത്തിനിടെയാണ് അവർ വീണത്. എന്നാൽ രേണു വീണ വീഡിയോയ്ക്ക് താഴെ അവരെ ചീത്ത വിളിച്ചും അധിക്ഷേപിച്ചും കമൻറ്റുകൾ നിറയുകയാണ് ഒരു കൂട്ടം. ഇതിനെതിരെ കമൻറ്റുമായി രേണുവിനെ പിന്തുണച്ചും നിരവധി കമൻറ്റുകൾ നിറയുന്നുണ്ട്. അത്തരത്തിലൊരു കുറിപ്പാണ് ഇത്. ഇന്ന് ബിഗ് ബോസിൽ നടന്ന ഗെയിമിൽ രേണു താഴെ വീഴുന്നു. ചിലപ്പോൾ കതിരു പോലെയുള്ള രേണുവിൻ്റെ BP കുറഞ്ഞതാകും. അവൾ ഓക്കെ ആയിക്കാണും എന്ന് കരുതുന്നു. പക്ഷേ ഏഷ്യാനെറ്റ് ഇട്ട വീഡിയോയുടെ താഴെ മലയാളികളുടെ നീചമായ മനസ്സിൻ്റെ ക്രൂരത ആണ് നിറഞ്ഞു നിന്നത്. ചത്തോടി നീ, അഭിനയൻ നമ്പർ ഇറക്കി ഇപ്പോൾ ചാകുമോ? അങ്ങനെ ഇത്രയ്ക്ക് ഒരു പെണ്ണിനെ നിരന്തരം ദ്രോഹിക്കാൻ അവൾ എന്ത് തെറ്റാണ് ഈ കേരളത്തിലെ മനുഷ്യരോട് ചെയ്തത്? എത്രയോ ദുഷ്ടരായ മനുഷ്യരാണ് നമുക്ക് ചുറ്റിനും ജീവിക്കുന്നത്. അവരോട് ഒന്നും നിങ്ങൾക്ക് ഇല്ലാത്ത ഈ പകയ്ക്ക് മറുപടി ഇനി ഒന്നേയുള്ളൂ. ദൈവമുണ്ടെങ്കിൽ കാലം നിങ്ങൾക്ക് തരും ഇതിനുള്ള ശിക്ഷ എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. ഇതിനിടെ രേണുവിൻ്റെ വീഴ്ചയെ പരിഹസിച്ച ആര്യനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യവും ആരാധകർ ഉയർത്തുന്നുണ്ട്. സുധിയുടെ അടുത്തേക്ക് രേണു പോകുമെന്നായിരുന്നു ആര്യൻ്റെ പ്രതികരണം.